പൊട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു. ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. എന്താ ഞാൻ എന്റെ ചിന്തയിൽ വരുന്ന പറയട്ടെ. എന്താ? ഇന്ന് തന്നെ നമ്മൾ മീരയെ കാണുന്നു. അതെ, ഇനി ഇത് വച്ച് നീട്ടണ്ട. ഇപ്പൊ തന്നെ മീരയെ വിളിക്കുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ മീരയെ കാണുന്നു, കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. ഞാനും വരാം. നമുക്ക് 3 പേർക്കും കൂടി പോവാം. ഓക്കെ, സമ്മതിച്ചു. അതിനുമുമ്പ് അമ്മ വിളിച്ചൊന്ന് കാര്യം അറിയിക്കണം. മീരയോട് എല്ലാം തുറന്നു പറയാൻ പോവാണെന്ന് പറയണം. ഒന്നും വേണ്ട, ഇനി ആരോടും ഒരു ചർച്ചയും വേണ്ട. നീ മീരയെ വിളിച്ചാ മതി. അതെ നന്ദ, മീരയ്ക്ക് ഒരു ആശ കൊടുത്ത് നിർത്തുന്നത് ശരിയല്ല. നന്ദനെ വല്ലാതെ ആഗ്രഹിച്ച് നടക്കുക. നമുക്ക് കാര്യങ്ങൾ അതിന്റെ രീതിക്ക് പറഞ്ഞു മനസ്സിലാക്കാം. നന്ദ, നീ വിളിക്ക. ദേവിയാ? ഹലോ ദേവി. നന്ദു, നന്ദു എവിടെയാ? ഞാൻ മുരളിയുടെ വീട്ടിലാ. ഞങ്ങള് മീരെ കാണാൻ പോവാ. അപ്പോ നന്ദു കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? എന്ത് കാര്യം അറിഞ്ഞോന്ന്? നന്ദു എന്താ ഉദ്ദേശിച്ചേ? മീരെ കണ്ട് എല്ലാം തുറന്നു പറയാൻ പോവാ. ഞാനും മുരളിയും ഗൗരിയും കൂടി മീരെ കാണുന്നു ഇപ്പൊ തന്നെ. നമ്മൾ തമ്മിൽ വിവാഹം കഴിഞ്ഞ കാര്യം തുറന്നു പറയാൻ പോവാ. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ മീരെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. നന്ദു, ഇപ്പൊ മീരെ വിളിക്കണ്ട. മീര ഹോസ്പിറ്റലിലാ. മീരയ്ക്ക് എന്ത് പറ്റി? മീര ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്താ? മീര ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ? നമ്മുടെ കാര്യമൊക്കെ അറിഞ്ഞിട്ടാ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആന്റി എന്നെ വഴക്കും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. ജാനകി ആന്റിയുടെ ഹോസ്പിറ്റലില്. കയ്യിലെ ഞരമ്പ് മുറിച്ചെന്നാ പറഞ്ഞത്. എനിക്ക് പേടിയാവുന്നു നന്ദു. ദേവി പേടിക്കണ്ട. ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. എടാ, മീര ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. ഇപ്പൊ ഹോസ്പിറ്റലാ. ഞാനും ദേവിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞു കാണും. ഞങ്ങളുടെ വിവാഹ കാര്യമൊക്കെ അറിഞ്ഞു കാണും. അവിടെ കണ്ടീഷൻ എങ്ങനെയാ? സീരിയസ് ആണോ? അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. എടാ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. അല്ല, ഈ അവസ്ഥയിൽ ആശുപത്രിയിൽ പോയാ ഈ അവസ്ഥയിലാ പോവേണ്ടത്. എടാ, ഞാൻ എങ്ങനെ വരും മുരളി? എടാ, നീ ഇങ്ങനെ പതറി പോകരുത്. ഇത്തരം നിർണായക നിമിഷങ്ങളിലെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടത്. നോക്ക്, നിന്റെ വീട്ടിൽ താമസിക്കുന്ന കുട്ടിയെ അത് മാത്രം നീ നോക്കിയാൽ മതി. ആശുപത്രി പോകേണ്ട കടമയുണ്ട്. നീ വാ, ഞങ്ങൾ പോയിട്ട് വരാം. വാ, വരാൻ.